നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സദ്യ ബീട്രൂട്ട് കിച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് ക്ലീൻ ചെയ്തെടുക്കാം. 2 മീഡിയം സൈസ് ബീട്രൂട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ടിനെ അതിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ബീട്രൂട്ടിൽ ആവശ്യത്തിന് ഉള്ള വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല. ബീട്രൂട്ടിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങി വരും. അപ്പോൾ ഇത് ഒരു 15-20 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ച ബീട്രൂട്ട് റെഡിയായിട്ടുണ്ട്. ഒരു 20 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അതിൻ്റെ കൂടെ 1 സ്പൂൺ ജീരകപ്പൊടി, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, തേങ്ങ ഇതിൽ നല്ല മിക്സായിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് ചൂടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തൈരൊഴിച്ച് കൊടുക്കാം. തൈരൊഴിച്ച് കടുക് വറുത്ത് പിന്നെ ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കടുക് താളിച്ച് ഇടാം. കടുക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് താളിക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ കിച്ചടി ഫിനിഷ് ചെയ്യാം. അങ്ങനെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ സെർവിങ് ബൗളിലോട്ട് ഇതിനെ കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തവണ ഓണത്തിന് നിങ്ങളും ഇതുപോലെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും ഇതുപോലെ നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.